മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി വലിയ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന നിങ്ങളെ ഞാൻ കാണുന്നുണ്ട്. കുരിശിന്റെ കൂടെ, ക്രൂശിതന്റെ കൂടെ അനുയാത്ര ചെയ്ത് ഉത്ഥാനം ചെയ്ത കർത്താവ് ഇതാ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നീ പ്രാർത്ഥനാ മുറിയിലേക്ക്, ഈ വചനം ശ്രവിക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? എന്റെ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നുണ്ട്. ഇതാ കർത്താവ് വചനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 25-ാം വാക്യം. ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ തോമസ് പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലുകൾ ഇടുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. മക്കളെ, മഹത്വത്തിന്റെ രാജാവായ യേശുനാഥൻ ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെ നമ്മൾ പോകുന്ന വഴികളിലേക്ക്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക്, നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തോമാശ്ലീഹ യേശു ഉത്ഥാനം ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞില്ല. അവൻ നിർബന്ധം പറഞ്ഞു, അവന്റെ കൈകളിൽ ആണികളുടെ പഴുതിൽ കാണാതെ, അവയിൽ എൻ്റെ വിരലുകൾ കടത്താതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന്. ഇത് സ്നേഹത്തിന്റെ ഒരു തീക്ഷ്ണതയാണ് തോമാശ്ലീഹ പറയുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈ ഓശാന ഞായർ മുതൽ ഇന്ന് വരെ ഈ വചനത്തിൽ പങ്കെടുത്ത സർവർക്കും ഈശോ വന്ന് അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. അറിയാതെ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് പറയും, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.